ഹായ്, നമ്മൾ ഇതുവരെ നമ്പർ ത്രീയിൽ ഡിവിസിബിലിറ്റി ഒക്കെ പഠിച്ചു. ഇനി ഡിവിസിബിലിറ്റിയുടെ വേറൊരു ഫോർമുലേഷനാണ് പഠിക്കുന്നത്, കോൺഗ്രുവൻസ്. ഓക്കെ, ഡിവിസിബിലിറ്റി തിയറിയുടെ റിസൾട്ട്സ് തന്നെ യൂസ് ചെയ്യുന്നത്, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ആണ്. പക്ഷേ അത് വേറെ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. എയും ബിയും ആർ സെറ്റ് ടു ബി കോൺഗ്രുവൻറ്റ് മോഡുലോ എൻ എന്ന് പറഞ്ഞാൽ അതിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ. ഓക്കെ, സോ നമുക്ക് എഴുതാം ടു നമ്പേഴ്സ് ആർ എ കോൺഗ്രുവൻറ്റ് ടു ബി mod n എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ, കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ. ഓക്കെ, സോ ഇതിങ്ങനെ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദിസ് മീൻസ് ദാറ്റ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. ഇത്രയേ ഉള്ളൂ, എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. നമ്മുടെ ഡിവിസിബിലിറ്റി തന്നെയാണ്, വേറെ രീതി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ വെച്ചൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം, രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു വി ക്യാൻ സേ 1 mod 2. ദാറ്റ് മീൻസ് ഇതിൻ്റെ അർത്ഥം എന്താ, 2 divides 9 minus 1. ഓക്കെ, 9 is congruent to 1 mod 2 എന്ന് പറഞ്ഞാൽ 2 divides 9 minus 1. സിമിലർലി നമുക്ക് വേറെയും നോക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കിയോ 7 is congruent to മേ ബി എന്താ പറയുക 3 mod 2. 7 is congruent to 3 mod 2. ശരിയാണോ? ബിക്കോസ് 2 divides 7 minus 3. ഓക്കെ, സോ കോൺഗ്രുവൻസ്. അപ്പോൾ അതുപോലെ നമുക്ക് വേറെ പറയുകയാണെങ്കിൽ ഇതാ നോക്കിയോ 8 is not congruent to 1 mod 2. ശരിയല്ലേ? എന്താ കാര്യം? ബിക്കോസ് 2 does not divide 8 minus 2. ഓക്കെ, സോ ഈ നൊട്ടേഷൻ മനസ്സിലായോ? എന്താണ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പറഞ്ഞാൽ നത്തിങ് ബട്ട് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എ ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്ന് പറയും. സോ ബേസിക്കലി ഇതാണ് കോൺഗ്രുവൻസിൻ്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ നമുക്കിതിനെ ഈ ഒരു വേറെ അർത്ഥം കൂടെ പറയാം. ദാറ്റ് മീൻസ് എ മൈനസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ, ഇങ്ങനെയും പറയാം. സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാണ് ഓർത്ത് വെച്ചോണം. ഓക്കെ, സോ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇറ്റ് ഈസ് എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്നാണ്. എൻ ഡിവൈഡ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ അർത്ഥം എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുള്ളതാണ്. സോ എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. സോ ഇതാണ് കോൺഗ്രുവൻസിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, സോ എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാകുന്നത് രണ്ട് മൂന്നും കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ നോക്കി ഇവിടെ n 7 ആണെന്ന് വിചാരിക്കുക. സോ ഈസ് 3 കോൺഗ്രുവൻറ്റ് 24 mod 11. ശരിയാണോ? ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് അപ്പം 3 മൈനസ് 24 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് 21 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7. കറക്റ്റാണ്. വീണ്ടും ഈസ് മൈനസ് 31 കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 7. ശരിയാണോ? ചെക്ക് ചെയ്ത് മൈനസ് 31 മൈനസ് 11 എന്ന് പറഞ്ഞാൽ മൈനസ് 42 വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 7 അല്ലേ? അതുപോലെ ഈസ് മൈനസ് 15 കോൺഗ്രുവൻറ്റ് ടു മൈനസ് 64 മോഡുലോ 7. ഇറ്റ് ഈസ് സെയിം ആസ് മൈനസ് 15 മൈനസ് 64. സൈൻ തെറ്റിപ്പോരുത്. മൈനസ് 15 പ്ലസ് 64 വരും. എത്രയത്? 49 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, സോ ഇതാണ് കോൺഗ്രുവൻസിൻ്റെ ഐഡിയാസ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കലി കോൺഗ്രുവൻസ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലംസിനെ അതിൻ്റെ റിമൈൻഡേഴ്സിലേക്ക് നമ്മൾ ആക്ച്വലി റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ എ ഉണ്ട്, എൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? സോ ദിസ് ഇസ് ആക്ച്വലി യു ക്യാൻ റൈറ്റ് ദിസ് ആസ് സം ക്യൂ ഇൻറ്റു എൻ പ്ലസ് ആർ. ഓക്കെ, സോ ഞാൻ പറയുവാണെങ്കിൽ ദിസ് എ ഈസ് ഇറ്റ് ട്രൂ ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എൻ. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അർത്ഥം എ മൈനസ് ആർ ഇസ് ഡിവിസിബിൾ ബൈ എൻ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ക്യൂ എൻ പ്ലസ് ആർ മൈനസ് ആർ. ദാറ്റ് ഇസ് ആക്ച്വലി ക്യൂ എൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് എ ഈസ് ഓൾവേസ് കോൺഗ്രുവൻറ്റ് ടു ആർ മോഡുലോ എൻ. അതായത് നമുക്ക് എ മൈനസ് ആർ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ വിച്ച് ഇസ് ആക്ച്വലി ക്യൂ എൻ. ഓക്കെ, സോ നമ്മളിപ്പം വലിയ നമ്പേഴ്സ് എ കൺസിഡർ ചെയ്യുന്നതിന് പകരം നമ്മൾ കോൺഗ്രുവൻസ് അരിത്തമെറ്റിക് എടുക്കുവാണെങ്കിൽ എക്ക് പകരം നമുക്ക് അതിൻ്റെ റിമൈൻഡേഴ്സ് വെച്ച് ഡീൽ ചെയ്യാം. ഓക്കെ, അതാണ് എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ബേസിക്കലി റിമൈൻഡേഴ്സിലേക്ക് നമ്മൾ ഈ പ്രോബ്ലംസിനെ റെഡ്യൂസ് ചെയ്യുകയാണ് കോൺഗ്രുവൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഫോർ എ ആൻഡ് ബി, A is congruent to B modulo n if and only if A and B leave the same remainder, non-negative remainder when divided by n. Okay, so ഒന്നുകൂടെ വായിച്ച് നോക്കുക. A is congruent to B modulo n if and only if A and B leave the same non-negative remainder when divided by n. ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, സെയിം റിമൈൻഡർ ആണെങ്കിൽ A will be equal to some q1n plus r ആയിരിക്കും. B will be equal to some q2n plus r ആയിരിക്കും. So A minus B എടുത്തു കഴിഞ്ഞാൽ you will be getting a what you say മൾട്ടിപ്പിൾ ഓഫ് എൻ ആയിരിക്കും. സോ ആ റിസൾട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എ കോൺഗ്രുവൻറ്റ് എ ഈസ് ഈക്വൽ ടു ബി മോഡുലോ എൻ ആണെങ്കിൽ
n will be dividing a minus b ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് n k ഇൻറ്റു n ഈസ് ഈക്വൽ ടു a മൈനസ് ബി ആയിരിക്കും. അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുക ദാറ്റ് മീൻസ് എ ആൻഡ് ബി ലീവ്സ് ദ സെയിം നോൺ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം അല്ല എങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കും, സെയിം അല്ല എന്ന് അസ്യൂം ചെയ്യുക, സെയിം അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. ഓക്കെ, ഇത് റിസൾട്ട് വേണ്ട, ബട്ട് ഇത് പ്രൂഫ് വേണ്ട, ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് രണ്ട് സാധനങ്ങൾ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അവരുടെ റിമൈൻഡേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ എൻ ദ സെയിം ആയിരിക്കും. ഓക്കെ, സോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു നമ്പർ പറയുകയാണെങ്കിൽ എ ഈസ് ക്യാൻ ബി റെഡ്യൂസ് ടു ദ റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ എൻ. ഓക്കെ, സോ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ് എയും ബിയും കോൺഗ്രുവൻ്റ് ആണെങ്കിൽ അവരുടെ റിമൈൻഡേഴ്സ് ഓൺ ഡിവിഷൻ ബൈ എൻ സെയിം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു ആർ മോഡ് എൻ, ബിക്കോസ് ആറിൻ്റെ റിമൈൻഡർ വെൻ ഡിവിസിബിൾ ബൈ എൻ സെയിം ആസ് ആർ ആയിരിക്കും. സോ അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എ ഈസ് കോൺഗ്രുവൻ്റ് ടു ആർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബേസിക്കലി ആ പ്രോബ്ലത്തിന് നമ്മൾ റിമൈൻഡേഴ്സ് ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിരിക്കണം. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാ ഇൻറ്റീജേഴ്സിനെയും നമുക്ക് കുറേ സെറ്റുകളായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം എ ഉണ്ടെങ്കിൽ അതിൻ്റെ എൻ കൊണ്ട് ഇപ്പോൾ എൻ ഇപ്പോൾ 10 ആണെങ്കിൽ എനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ 7 ആണെങ്കിൽ ആ 7 വരുന്ന റിമൈൻഡേഴ്സ് വരുന്നതിൻ്റെ എല്ലാം കളക്ഷൻ എടുക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ ബി എടുക്കണം, ബീനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7 വരുന്നതെങ്കിൽ അതുപോലെ സി 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ അതിനെ എല്ലാവരും സെറ്റാക്കി എടുക്കുക. സോ അതിൻ്റെ ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾവേസ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് 10 ആയിരിക്കും. ഓക്കെ, സോ കോൺഗ്രുവൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സെറ്റിലെ എലമെൻസുകളെല്ലാം സെയിം ആണ്. ഓക്കെ, സോ ഇൻറ്റീജേഴ്സിലെ ഈ സെറ്റിലെ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. ഇതുപോലെ വേറെയും സെറ്റുകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ 8 റിമൈൻഡർ വരുന്ന സെറ്റ് ഉണ്ടാവും. 8 റിമൈൻഡർ വരുന്ന സെറ്റ് പി ക്യു ആർ ആയിരിക്കാം. ഓക്കെ, സോ അതുപോലെ അത് ബേസിക്കലി ഒരു നമ്പർ n തരുവാണെങ്കിൽ അതിൻ്റെ റിമൈൻഡേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെറ്റുകളായിട്ട് നമുക്ക് മൊത്തം ഇൻറ്റീജേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. സോ ബേസിക്കലി നമ്പർ 10 ഉണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻഡേഴ്സ് വരുന്നത് ഏതാ 0 1 2 എക്സെട്ര 9. സോ 10 നമ്പേഴ്സ് വരും. സോ 0 റിമൈൻഡേഴ്സ് വരുന്നത് ഒരു കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും, 1 റിമൈൻഡേഴ്സ് വരുന്നത് വേറെ കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും, 2 റിമൈൻഡേഴ്സ് വരുന്നത് വേറെ കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും, 9 റിമൈൻഡർ വരുന്നത് വേറെ കളക്ഷൻ ഓഫ് സെറ്റ് ആയിരിക്കും. ഇനി ഓരോ സെറ്റിലെയും എലമെൻറ്റ്സ് കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് ഇതിൻ്റെ റെസിഡ്യൂ ക്ലാസ്സസ്. നമ്മൾ സാധാരണ പറയാം റെസിഡ്യൂ എന്ന് റിമൈൻഡർ എന്ന് ഉദ്ദേശിക്കുന്നതാണ്. സോ റെസിഡ്യൂ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മൊത്തം ഇൻറ്റീജേഴ്സിനെയും. ഓക്കെ, സോ ഇതൊക്കെ ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യമാണ്. മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റിലേക്ക് പോകാം. ഇത്രയുള്ള ബേസിക്കലി ഇത്രയുള്ള കോൺഗ്രുവൻസ് അരിത്തമെറ്റിക് നമ്മൾ മൊത്തം പ്രോബ്ലത്തിനെ ഒരു റിമൈൻഡേഴ്സിലേക്ക് റെഡ്യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് നോക്കാം. നോക്കൂ, എ ഈസ് കോൺഗ്രുവൻ്റ് ടു എ മോഡ് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എ ബി സി ഡി ആർബിട്രറി ഇൻറ്റീജേഴ്സ് ആണ്. എൻ പോസിറ്റീവ് എടുത്തിരിക്കുകയാണ്. എ ഈസ് കോൺഗ്രുവൻ്റ് ടു എ മോഡ് ശരിയാണോ? ചെക്ക് ചെയ്യാമോ? പ്രൂവ് ചെയ്യാമോ? വെരി സിമ്പിളാണ്, ബിക്കോസ് എൻ ഡിവൈഡ്സ് എ മൈനസ് എ ശരിയല്ലേ? ബിക്കോസ് എ മൈനസ് എ 0 ആണ്. ഓക്കെ, ഇനി എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എൻ ആണ് അർത്ഥം എന്താ? എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. So similarly, therefore n should divide minus of a minus b, that is actually b minus a. So രണ്ടാമത്തെ റിസൾട്ട് if a is ഇത് നമ്മൾ ഇക്വലൻസ് റിലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമെട്രിക് റിലേഷനാണ് പറയുന്നത് അല്ലേ? ആദ്യത്തെ റിഫ്ലക്സീവ് പറഞ്ഞു, രണ്ടാമത്തെ സിമെട്രിക് പറഞ്ഞു. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു എ മോഡൻ, എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡൻ ആണെങ്കിൽ ബി ഈസ് കോൺഗ്രുവൻ്റ് ടു എ മോഡൻ ശരിയല്ലേ? അതുപോലെ ട്രാൻസിറ്റിവിറ്റിയും കിടപ്പെടും. നോക്കിയോ, എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡൻ ആണ്, ബി ഈസ് കോൺഗ്രുവൻ്റ് ടു സി മോഡൻ ആണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻ്റ് ടു സി മോഡൻ ശരിയാണോ? ശരിയാണ്, പ്രൂവ് ചെയ്യാമോ? എങ്ങനെ പറയും? അപ്പോൾ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡൻ ആണെങ്കിൽ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി ആണ്. ഓക്കെ, അതായത് എ മൈനസ് ബിന്ന് എനിക്ക് സം കെ ഇൻറ്റു എൻ എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ബി ഈസ് കോൺഗ്രുവൻ്റ് ടു സി മോഡൻ ആണെങ്കിൽ ബി മൈനസ് സിന്ന് എനിക്ക് സം എൽ ഇൻറ്റു എൻ എടുക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലോ വിൽ ബി ഗെറ്റിംഗ് എ മൈനസ് സി വിച്ച് ഇസ് ആക്ച്വലി കെ പ്ലസ് എൽ ഇൻറ്റു എൻ. ദാറ്റ് മീൻസ് എൻ ഡിവൈഡ്സ് എ മൈനസ് സി. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഈസ് കോൺഗ്രുവൻ്റ് ടു സി മോഡൻ. സോ ഇതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ട്സ് വന്നിട്ട് നോക്കിയേ. സോ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡൻ, സി ഈസ് കോൺഗ്രുവൻ്റ് ടു ഡി മോഡൻ ആണെങ്കിൽ എ പ്ലസ് സി ഈസ് കോൺഗ്രുവൻ്റ് ടു ബി തന്നെ പ്രൂവ് ചെയ്യാവുന്നത്. ഓക്കെ, സോ എ ഈസ് കോൺഗ്രുവൻ്റ് ടു ബി മോഡൻ തന്നിട്ടുണ്ട്, ബി ഈസ് കോൺഗ്രുവൻ്റ് ടു സി ഈസ് കോൺഗ്രുവൻ്റ് ടു ഡി മോഡൻ തന്നിട്ടുണ്ട്. ഓക്കെ, യു ഹാവ് ടു ഷോ ദാറ്റ് എ പ്ലസ് സി ഈസ് കോൺഗ്രുവൻ്റ് ടു ബി പ്ലസ് ഡി മോഡൽ. അതല്ല എൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കി. സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡിവൈഡ്സ് എ മൈനസ് ബി, അതായത് എ മൈനസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ ശരിയല്ലേ? അതുപോലെ സി മൈനസ് ഡി ക്യാൻ ബി റിട്ടൺ ആസ് എ മൾട്ടിപ്പിൾ ഓഫ് എൻ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നോക്കിയേ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിറ്റ് മീൻസ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു കെ പ്ലസ് L into n, that is actually
എ പ്ലസ് സി ഈസ് കോൺക്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എന്ന് കിട്ടും. എൻ ഡിവൈഡ്സ് എ പ്ലസ് സി മൈനസ് ബി പ്ലസ് ഡി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് സി ഈസ് കോൺക്രുവൻറ്റ് ടു ബി പ്ലസ് ഡി മോഡ് എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മറ്റേതും കൂടെ നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. എ സി ഈസ് കോൺക്രുവൻറ്റ് ടു ബി ഡി മോഡ്. ഓക്കെ, എ സി ഈസ് കോൺക്രുവൻറ്റ്, അത് നമുക്ക് പറ്റുമോ നോക്കാം. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി എ സി. സോ ആദ്യം എയുടെ വാല്യൂ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ബി പ്ലസ് കെ എൻ. സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഡി പ്ലസ് എൽ എൻ. സോ എ സി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എ സി എന്ന് പറയുമ്പം ബി പ്ലസ് കെ എൻ ഇൻറ്റു ഡി പ്ലസ് എൽ എൻ വരും. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുക, എന്തായാലും ബി ഡി ഉണ്ടാവും പ്ലസ് ബാക്കിയുള്ളതൊക്കെയോ എന്തൊക്കെ വരും? ഒരു ബി എൽ എൻ ഉണ്ടാവും പ്ലസ് കെ ഡി എൻ ഉണ്ടാവും പ്ലസ് കെ എൽ എൻ സ്ക്വയർ ഉണ്ടാവും. അതായത് നമുക്ക് വരാൻ പോകുന്നത് ദിസ് ഇസ് ആക്ച്വലി ബി ഡി പ്ലസ് എൻ ഇൻറ്റു സംതിങ് ആവണം. ശരിയല്ലേ? എ സി ഇസ് കോൺക്രുവൻറ്റ് ടു ബി ഡി പ്ലസ് എൻ ഇൻറ്റു സംതിങ് എന്ന് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സി ഇസ് കോൺക്രുവൻറ്റ് ടു ബി ഡി മോഡൽ. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് റിസൾട്ടാണ്, അറിയാവുന്ന കാര്യങ്ങൾ വെച്ചാണ് ചെയ്തത്. ഓക്കെ, ഇനി വീണ്ടും അതേപോലെ തന്നെ ഇപ്പോൾ എ ഇസ് കോൺക്രുവൻറ്റ് ടു ബി മോഡൽ ആണെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ് എ പ്ലസ് സി ഇസ് കോൺക്രുവൻറ്റ് ടു ബി പ്ലസ് സി മോഡൽ. ഓക്കെ, ഓക്കെ, ശരിയല്ലേ? കാര്യം ബിക്കോസ് ഓൾവേസ് സി ഈസ് കോൺക്രുവൻറ്റ് ടു സി മോഡൽ ആണ്. ആ ഒരു ബിക്കോസ് എൻ ഡിവൈഡ് സി മൈനസ് സി ആണ്. സോ അത് വെച്ച് നമ്മൾ ഈ ഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ് എ പ്ലസ് സി ഇസ് കോൺക്രുവൻറ്റ് ടു ബി പ്ലസ് സി മോഡലും എ സി ഇസ് കോൺക്രുവൻറ്റ് ടു ബി സി. സോ ഇവിടെ എന്തുവാണെങ്കിലും ആവും സി. ഓക്കെ, സിമിലർലി എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡലാണെങ്കിൽ എ റേസ് ടു കെ ഈസ് കോൺക്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡൽ. അത് വളരെ 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 ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. സോ ഇത് എ റേസ് ടു കെ ഈസ് കോൺക്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ തന്നിട്ടുള്ളത് എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എന്നാണ്. ഇത് ഒരുപാട് ആപ്ലിക്കേഷനുള്ള റിസൾട്ടാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പ്രൂഫിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ മനസ്സിലാക്കലാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നമ്മൾ കെ ഇൻറ്റിജർ ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻഡക്ഷൻ യൂസ് ചെയ്യും. ഇൻഡക്ഷൻ യൂസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. അത് എൻ ഇസ് ഈക്വൽ ടു 1, കെ ഇസ് ഈക്വൽ ടു 1 എന്ന് ട്രൂ ആണ്. ഓക്കെ, കെയ്ക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനി കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ കെ ഇസ് ഈക്വൽ ടു 1 ട്രൂ ആണ്, കെയ്ക്ക് ട്രൂ ആണ്. നമുക്ക് വി ഹാവ് ടു ഷോ ദാറ്റ് എ റേസ് ടു കെ പ്ലസ് 1 ഈസ് കോൺക്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 മോഡ് എൻ. ഓക്കെ, ഇത് നോക്കിയേ, എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്, എ റേസ് ടു കെ ഈസ് ഈക്വൽ ടു ബി റേസ് ടു കെ മോഡ് എൻ ആണ്. നമ്മുടെ ഇപ്പോൾ ചെയ്ത ഡി റിസൾട്ട് നോക്കിയേ, എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണ്, സി ഈസ് കോൺക്രുവൻറ്റ് ടു ഡി മോഡ് ആണെങ്കിൽ എ സി ഈസ് കോൺക്രുവൻറ്റ് ടു ബി ഡി മോഡ് എൻ. അതേ റിസൾട്ട് പോരാം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും റൈറ്റ് ഹാൻഡ് സൈഡ്സും നമുക്ക് ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ഇൻറ്റു എ പ്ലസ് കെ will be congruent to b into b plus k mod n. ആ റിസൾട്ട് കൂടി ക്യാരി വരികയാണ്. ദാറ്റ് ഈസ് എ റേസ് ടു കെ പ്ലസ് 1 ഇസ് കോൺക്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 mod n. ദാറ്റ് മീൻസ് ദേ ആർ കോൺക്രുവൻറ്റ്. ഓക്കെ, സോ ആ റിസൾട്ട് കിട്ടി. സോ ഓർക്കുക, അപ്പം എ ഈസ് കോൺക്രുവൻറ്റ് ടു ബി mod n ആണെങ്കിൽ ഓർക്കുക എ റേസ് ടു കെ ഈസ് കോൺക്രുവൻറ്റ് ടു ബി റേസ് ടു കെ mod n. സോ അത് വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. നമുക്ക് അതിന് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനി കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് തൽക്കാലം ഇത്രയും റിസൾട്ട്സും പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ ക്യാരി ഓവർ ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ചെയ്യാം. ഓക്കെ, ഷോ ദാറ്റ് 41 ഡിവൈഡ്സ് 2 റേസ് ടു 20 മൈനസ് 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ വി ഹാവ് ടു ഷോ ദാറ്റ് 41 ഡിവൈഡ്സ് 2 റേസ് ടു 20 മൈനസ് 1. ഓക്കെ, സോ ഇവിടെ എൻ ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? എൻ ഡിവൈഡ്സ് എ മൈനസ് ബി എന്ന് പറയുന്ന റിസൾട്ട്. സോ എൻ ആയിട്ട് എടുക്കേണ്ടത് ഇതാണ്. സോ 41 വിൽ ബി മൈ എൻ. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ ഇങ്ങനൊരു പ്രോബ്ലംസ് ചെയ്യുന്നത് വെച്ചാൽ ഈ പവറുള്ള നമ്പറിൻ്റെ അടുത്ത് എന്തെങ്കിലും റിസൾട്ട് 41 കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. സോ ബേസിക്കലി 2 ഉണ്ട്. സോ 2ൻ്റെ ഏതെങ്കിലും ഒരു പവറിനെ 41ൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ ആ കോൺഗ്രുവൻസ് ഒക്കെ എഴുതാൻ 2ൻ്റെ ഏതെങ്കിലും ഒരു പവർ 41ൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടോ നമുക്ക് നോക്കണം. ഓക്കെ, 2ൻ്റെ ഏതെങ്കിലും ഒരു പവർ 41ൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സോ നമുക്ക് നോക്കിയാൽ 2 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 32 ആണ്. ദാറ്റ് ഈസ് ലൈങ് നിയർ 41. ഓക്കെ, പക്ഷേ 32ഉം 41 തമ്മിൽ വ്യത്യാസം എത്രയാണ്? ഒരു 9 വ്യത്യാസമുണ്ട് അല്ലേ? ഒരു 9 വ്യത്യാസമുണ്ട്. സോ എനിക്ക് പറയാമോ 32 പ്ലസ് 9. സോ 41 ഡിവൈഡ്സ് 32 പ്ലസ് 9 എന്ന് പറയാമോ? ശരിയാണോ? അല്ലെങ്കിൽ 41 ഡിവൈഡ്സ് 2 റേസ് ടു 5 പ്ലസ് 9 എന്ന് പറയാമോ? ശരിയാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇതാണോ? ദാറ്റ് ഈസ് 2 റേസ് ടു 5 ഈസ് കോൺക്രുവൻറ്റ് ടു -9 മോഡ് 41. ഇത് മാജിക് ഒന്നുമല്ല, 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലായി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാണിക്കേണ്ടത് 41 ഡിവൈഡ്സ് 2 റേസ് ടു 20 മൈനസ് 1 വേണം. അതിനുവേണ്ടി ആദ്യം ഞാൻ 2ൻ്റെ ഒരു പവർ 41ൻ്റെ അടുത്ത് കിടപ്പുണ്ടോ എന്ന് നോക്കും. അതിനെ നമ്മൾ അവസാനം
അത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺഗ്രുവൻസിലേക്ക് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 41 ഡിവിസിബിൾ ആക്കാവുന്ന രീതിയിൽ നമ്മൾ ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട 2⁻20 ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2⁻20 ആണെങ്കിൽ എന്ത് ചെയ്യണ്ടേ, ഈ സാധനത്തിന് റേസ്റ്റ് 4 എടുക്കണം. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്കറിയാം എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എ റേസ് ടു കെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു, സോ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് 2⁻4 the whole raised to 4 is congruent to -9 the whole raised to 4 mod 41. അതായത് നമുക്ക് വേണ്ടത് എന്ത് കിട്ടിയപ്പോൾ, ദാറ്റ് ഈസ് now we have got that 2⁻20 is congruent to -9 raised to 4 mod 41. ഓക്കെ, ശരിയല്ലേ? ഇനി -9 raised to 4 ഒബ്വിയസ്ലി ഇറ്റ് ഇസ് 9 raised to 4 ആണ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ കോൺഗ്രസ് നോക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ 9ഉം 41ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് നോക്കി. അപ്പോൾ 9² എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 81 ആണ്. അതും 41 എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും 41ആയിട്ട് എന്തൊരു കോൺഗ്രൻസ് കൊണ്ടുവരാൻ സാധിക്കുമോ എന്തെങ്കിലും? ഓക്കെ, സോ 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41ആയിട്ട് അടുത്ത എന്തെങ്കിലും ഒരു നമ്പർ ഇവിടെ കിടപ്പുണ്ടോ? 41 × 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 82 ആണ്. സോ 81ൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് 41 വിൽ ഡിവൈഡ് 81 + 1. ഓക്കെ, ശരിയല്ലേ? അതായത് 41 വിൽ ഡിവൈഡ് 81 + 1 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41. നിങ്ങളുടെ സൈനൊക്കെ ഓർത്തോണം, 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 അല്ല, സൈനൊക്കെ കൃത്യം ഓർത്താലും തെറ്റിപ്പോകും കേട്ടോ. സോ 41 ഡിവൈഡ്സ് 81 + 1 ആണ്. സോ 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41, ശരിയല്ലേ? അതായത് ഇതിപ്പം 9⁻4 mod 41 ആണ്. അതായത് 9² ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 41 ആണ്. ദെയർഫോർ എന്ത് പറയാം, 9⁻4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 41. ആ മറ്റേ നേരത്തെ റിസൾട്ട് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി ആണ്, A² ഈസ് കോൺഗ്രുവൻറ്റ് ടു B² mod 41. ഓക്കെ, സോ ആ റിസൾട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 9⁻4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 41 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2⁻20 ഈസ് കോൺഗ്രുവൻറ്റ് ടു 9⁻4 mod 41. Now 9⁻4 is congruent to 1 mod 41. So transitive വെച്ച് this is actually equal to 1 mod 41. അതായത് that means 41 divides 2⁻20 -1. ഓക്കെ, സോ ഇതാണ് ഇത്രയും വലിയൊരു പ്രോബ്ലം നമ്മൾ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് വേറെ 2 പ്രോബ്ലം നോക്കാം. നോക്കിയാൽ നമുക്ക് just try to find out the remainder when 2⁻50 is divided by 7. Okay, so find the remainder when 2⁻50 is 2⁻50 കേട്ടോ 50 is divided by 7. 2⁻50 is divided by 7. ഓക്കെ, ഇനി പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത്, 7ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ 7ൻ്റെ അടുത്തോ ഉള്ള ഒരു 2ൻ്റെ പവർ ഞാൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 7ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിളിൻ്റെ അടുത്തോ 7ൻ്റെ അടുത്തോ 2ൻ്റെ പവർ കാരണം മൾട്ടിപ്പിൾ കാണാൻ പറ്റും. ഓക്കെ, സോ 2³ എടുത്താൽ നമുക്കറിയാം 8 ആണ്. ഓക്കെ, ഈ 8ൽ നിന്ന് 1 കുറച്ചാൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. സോ ശരിയല്ലേ? സോ നമുക്ക് എന്താ പറയാം, ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. ഇത് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 2ലേക്ക് കൊണ്ടുവരികയാണ്. 2³ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7, ശരിയല്ലേ? എനിക്ക് വേണ്ട 2⁻50 ആണ്. സോ അതിനുവേണ്ടി ഇപ്പം ഡയറക്റ്റ്ലി 2⁻3നെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടത്തില്ല. സോ 50യുടെ അടുത്ത് കൊണ്ടുപോകുക. 250 അടുത്ത് കൊണ്ടുവരുന്ന 50 അടുത്ത് കൊണ്ട് എന്താ ചെയ്യേണ്ടത്, 2⁻50 അടുത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? ഓക്കെ, ഇതിന് 16 എടുത്തു കഴിഞ്ഞാൽ 2³ എടുത്താൽ ഏതാണ് 50 എടുത്ത് കിട്ടും അല്ലേ? ഈസ് കോൺഗ്രുവൻറ്റ് ടു 1⁻16 mod 17. അതായത് 2⁻48 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേണ്ട 2⁻50 ആണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്, 2⁻48 × 4 വേണം അല്ലേ? നമുക്കറിയാം A is congruent to B mod n ആണെങ്കിൽ AC is congruent to BC mod n. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7. ഓക്കെ, രണ്ടിടത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് 2⁻50 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 മോഡുലോ 7. അതതിൻ്റെ അർത്ഥം എന്താ, അതായത് 2⁻50നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി 4. ഞാൻ ഓൾറെഡി പറഞ്ഞു A is congruent to R mod n ആണ്. ഇവിടെ സോ ബേസിക്കലി 7നേക്കാൾ ചെറിയൊരു പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടിയാൽ മതി. സോ 4 വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 4 ഈസ് ദ റിമൈൻഡർ. ഓക്കെ, ഇനി അതേ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ കൂടെ നോക്കാം. ഈ ഒരു അപ്രോച്ച് 41⁻65നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. എൻ്റെ റിമൈൻഡർ എത്രയാണ് നോക്കുക, 41⁻65. ഓക്കെ,
അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. സോ ആദ്യം പോലെ 7ൻ്റെ ഒരു മൾട്ടിപ്പിളിൻ്റെ അടുത്ത് ഈ 41 കൊണ്ടുവരാൻ പറ്റും, 7ൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റും നോക്കുക. സോ നോക്കിയേ, ഇപ്പോൾ 41 എന്ന് പറഞ്ഞാൽ അതും 7 ആയിട്ടുള്ള ബന്ധം എന്താ? 41 ഒരു 1 കൂട്ടുവാണെങ്കിൽ 42 കിട്ടും. ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. ശരിയല്ലേ? ദാറ്റ് ഈസ് 41 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1. ശരിയല്ലേ? 41 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 7. ശരിയല്ലേ? Therefore 41 raised to 65 is congruent to -1 raised to 65 modulo 7. That is actually -1 modulo 7. ശരിയല്ലേ? So basically 41 is raised to 65 is congruent to -1 modulo 7. ഓക്കെ, ഇനി -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ 7ഉമായിട്ട് 7 കൊണ്ട് വേണ്ടി -1 റിമൈൻഡർ എന്താ കിട്ടുക? സോ -1 എടുക്കാൻ നേരത്തെ നമുക്ക് അറിയാം -1 -6 ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. ശരിയല്ലേ? -6 ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. ദാറ്റ് ഈസ് -1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 7 ആണ് നമുക്കറിയാം. സോ ഈ റിസൾട്ട് വെച്ച് നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 7. ദാറ്റ് ഈസ് റിമൈൻഡർ ഈസ് ആക്ച്വലി 6. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയും 2-3 കൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ റിമൈൻഡർ upon dividing the sum 1 factorial plus 2 factorial plus 3 factorial plus 4 factorial plus etc plus 100 factorial by 12. Okay, question വായിച്ച് നോക്കാം. Okay, so 1 factorial plus 2 factorial plus etc plus 99 factorial plus 100 factorialനെ 12 കൊണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാണുമ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നാം, പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ വായിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വേണമെന്ന് വിചാരിക്കുക. ഏതിൻ്റെ? ഫോർ എക്സാമ്പിൾ 2 + 10 + 20 + 30. അപ്പോൾ അത് 1 + 2 +. ഓക്കെ, സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര ആയിരിക്കും? എന്തായാലും ഈ 3 സാധനങ്ങളകത്ത് ഓൾറെഡി 10ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഈ 2 ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബിക്കോസ് ഇവിടെ എന്തായാലും 10 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ റിമൈൻഡർ 0 ആയിരിക്കും. സോ ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ റിമൈൻഡർ 3 ആണ്. ആ ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കി ഇവിടെ ഇപ്പോൾ ഈ 4 ഫാക്ടോറിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? 1 × 2 × 3 × 4. ഓൾറെഡി അതിനകത്തൊരു 12ൻ്റെ ഫാക്ടർ വന്നിട്ടുണ്ട്. സോ 4 ഫാക്ടോറിയൽ ഈസ് ഡിവിസിബിൾ ബൈ 12. ശരിയല്ലേ? ഇനി 5 ഫാക്ടോറിയൽ എടുത്താലോ? 5 ഫാക്ടോറിയലിനകത്ത് ആൾറെഡി 4 ഫാക്ടോറിയൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് അഗെയിൻ ഡിവിസിബിൾ ബൈ 5 അഗെയിൻ 12. സോ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 100 ഫാക്ടോറിയൽ ഏത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 12 ആണ്. സോ ഇത് ഈ 4 ഫാക്ടോറിയൽ മുതൽ അങ്ങോട്ട് ഒരു നമ്പർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഓൾ ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 12. ഓക്കെ, സോ മിച്ചം ഉള്ളത് ഈ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ശരിയല്ലേ? ഇനി 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ എത്ര കിട്ടണേ? ഇറ്റ് ഈസ് ആക്ച്വലി 1 + 2 + 6 വിച്ച് ഈസ് ആക്ച്വലി 9 ആണ്. സോ റിമൈൻഡർ എടുത്തു കഴിഞ്ഞാൽ 9 പ്ലസ് ബാക്കിയുള്ള 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ റിമൈൻഡർ വിൽ ബി ഈക്വൽ ടു 9. ഓക്കെ, സോ കോൺഗ്രുവൻസ് വെച്ച് വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടു വിട്ടാണ്. ഓക്കെ, സോ ഇനി 2-3 കുറച്ച് പിറ്റ് ഫോൾസ് ആണ്. അതായത് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ആണെങ്കിൽ എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എൻ നമുക്ക് പറയാം. ഇനി തിരിച്ചുള്ള പ്രോബ്ലം, അത് സപ്പോസ് എ സി ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി സി മോഡ് എൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ക്യാൻ യു സേ ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ? ജനറലി പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ തന്നെ നോക്കിയോ, ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്കറിയാം, ഈ ഒരു എക്സാമ്പിൾ നോക്കാം. 8 is congruent to 2 mod 6. ശരിയല്ലേ? 8 is congruent to 2 mod 6 because x6 divides 8 - 2 which is 6 again. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് 2 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്ത് കിട്ടും? 4 is congruent to 1 mod 6 എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, ബിക്കോസ് 6 does not divide 3. സോ വെട്ടിക്കളയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ജനറൽ നമുക്ക് അങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ റിസൾട്ട് ഉണ്ട്, ഇത് പ്രൂഫ് പഠിക്കണ്ട, ഇത്രേ ഉള്ളൂ. സോ ഇഫ് സി എ is congruent to സി ബി mod n, then എ is congruent to ബി mod n by d. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 8 is congruent to 2 mod 6 ആണെങ്കിൽ 4 will be congruent to 1 mod 6 by 8ൻ്റെയും 2ൻ്റെയും GCD which is actually 2. So 4 is congruent to 1 modulo 3. Clear ആണോ? Okay, so basically ഇപ്പോൾ CA is congruent to so CA is equal to CB mod n ആണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ പറയുക? CA is congruent to CB mod n ആണെങ്കിൽ ഓക്കെ,
then സോറി ജി സി ഡി ഓഫ് 8 ജി സി ഡി ഓഫ് എന്താണ് 2-ൻ്റെയും 6-ൻ്റെയും ജി സി ഡി ആണ് കേട്ടോ, 8-ൻ്റെ 2-ൻ്റെ അല്ല. ഓക്കെ, സോ ജി സി ഡി ഓഫ് സി കോമ എൻ ആണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ സി എ ഇസ് കോൺഗ്രുവൻറ്റ് ടു സി മോഡ് എൻ ആണെങ്കിൽ എ ഇസ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ ബൈ ഡി വെർ ഡി ഇസ് ജി സി ഡി ഓഫ് സി കോമ എൻ. ഓക്കെ, നമുക്ക് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ. ഓക്കെ, സോ നോക്കിയോ 33 ഇസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 9. ഓക്കെ, നമുക്ക് നോക്കാം. സോ 33 ഇസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 9 ആണ്. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഇതിന് നമുക്ക് വേണമെങ്കിൽ 3 into 11 is congruent to 3 into 5 മോഡുലോ 9. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ ഇവിടെ സി ആയിട്ടിരിക്കുന്നത് 3 ആണ്, നിങ്ങളുടെ എൻ ആയിട്ടുള്ളത് 9 ആണ്. സോ അവരുടെ ജി സി ഡി എത്രയാണ്? ജി സി ഡി 3 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 11 is congruent to 5 മോഡ് 9 ബൈ ജി സി ഡി 3 എന്ന് പറയുമ്പോൾ ബേസിക്കലി 5 മോഡ് 3 ശരിയല്ലേ? 11 is congruent to 5 മോഡ് 3 ശരിയല്ലേ? 6 ആണ്, കറക്റ്റാണ്. ഇനി ഓക്കെ, വീണ്ടും നോക്കിയേ -35 is congruent to 45 മോഡ് 8. -35 is congruent to 45 മോഡ് 8. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ റിട്ടൺ ആസ് -5 into 7 അല്ലേ? അല്ലെങ്കിൽ -5 into 7 is equal to 5 into 9 മോഡുലോ 8. സോ ബേസിക്കലി ആണെങ്കിൽ 5 into -7 is congruent to 5 into 9 മോഡുലോ 8 ആണ്. ഇനി സി ആയിട്ട് ഇവിടെ ഇരിക്കുന്ന 5 ആണ്, എൻ ആയിട്ടുള്ള 8 ആണ്, ഇവരുടെ ജി സി ഡി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ജി സി ഡി 1 ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊരു -7 വിൽ ബി കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 8 by 1 വരും. ദാറ്റ് ഈസ് -7 is congruent to 9 മോഡുലോ 8. ഓക്കെ, സോ കോൺഗ്രുവൻസ് വെച്ച് ഈ റിസൾട്ട്സ് നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വലിയ സാധനങ്ങളൊക്കെ കുറച്ചും കൂടെ സിംപിൾ. സോ ഇതാണ് കോൺഗ്രുവൻസിൻ്റെ കാര്യങ്ങൾ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ചെറിയൊരു പ്രോബ്ലം, ഇനി നമുക്ക് ലീനിയർ കോൺഗ്രുവൻസ് ചെറിയ പോർഷൻ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ ആവാൻ മനസ്സിലാവുന്നു. ഓക്കെ, താങ്ക് യു ഓൾ, സ്റ്റേ സേഫ്.